പശ്ചിമേഷ്യൻ സൈനിക താവളങ്ങളിൽ അമേരിക്ക വൻ അഴിച്ചുപണി ആരംഭിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക നീക്കം മുന്നിൽ കണ്ടാണിത്. ഖത്തർ, ബഹ്റാൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ താവളങ്ങളിൽ നിന്ന് സൈനികരെയും യുദ്ധസാമഗ്രികളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഖത്തർ അൽ ഉദയ് താവളങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സൈനികരെ രഹസ്യ ദൌത്യങ്ങൾക്കായി മാറ്റി. ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിലെ താവളങ്ങളിലും സമാനമായ സ്ഥാനചലനങ്ങൾ നടക്കുന്നു. ഇറാന്റെ മിസൈൽ പ്രഹരശേഷി ഭയന്ന് മേഖലയിലുണ്ടായിരുന്ന 2 US വിമാനവാഹിനി കപ്പലുകളെ ഇറാന്റെ അതിർത്തിയിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിലേക്ക് നീക്കിയിട്ടുണ്ട്. മേഖലയിലുള്ള 40,000-ഓളം വരുന്ന US സൈനികർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈൽ സംഭരണശാലകൾ, ആണവ നിലയങ്ങൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടായിരിക്കും അമേരിക്കൻ നീക്കമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള എല്ലാ US താവളങ്ങളും തങ്ങളുടെ ലക്ഷ്യമാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2025 ജൂണിൽ നടന്നതുപോലെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ആയിരിക്കില്ല ഇത്. അപ്രതീക്ഷിതവും ശക്തവുമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുകയെന്നും ഇവർ പറയുന്നുണ്ട്. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് US സൈന്യം സജ്ജമാകുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USന്റെ ജെറാൾഡ് ആർ ഫോർട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രതികരിച്ചിരുന്നു. അതാണ് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്നാണ് തോന്നുന്നത്. നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാന് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ആക്രമിച്ചാൽ USന് തിരിച്ചടി നൽകും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഉപരോധങ്ങൾ നീക്കുകയാണെങ്കിൽ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്താനുള്ള കരാറിന് ഇറാൻ തയ്യാറാണ്. എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കില്ലെന്നും മിസൈൽ ശേഷിയടക്കം രാജ്യത്തിന്റെ പ്രതിരോധ വിഷയങ്ങളിൽ ആരും ഇടപെടേണ്ട എന്നുമാണ് ഇറാൻ ആവർത്തിക്കുന്നത്. അതേസമയം നിരന്തരമായി അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ 32 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കുറച്ചുകാലം മുൻപ് ഉപരോധം പ്രഖ്യാപിച്ചതാണ്. ഇറാൻ മിസൈലുകളും മറ്റ് ആയുധങ്ങളും വികസിപ്പിക്കുന്നത് ചെറുക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്നായിരുന്നു USന്റെ അന്നത്തെ വിശദീകരണം. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്ന ശൃംഖലകൾ പ്രവർത്തിക്കുന്ന ചൈന, ഹോങ്കോങ്, UAE, തുർക്കി, ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന 32 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും US വിശദീകരിച്ചിരുന്നു. അതിനിടെ ആക്രമണത്തിനായി ബ്രിട്ടന്റെ റാഫ് ബേസുകൾ വിട്ടുനൽകില്ലെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അറിയിച്ചിരുന്നു. UKയുടെ ഡിയാഗോ ഗാർഷ്യ മിലിറ്ററി കേന്ദ്രം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാനാണ് US പദ്ധതിയിട്ടത്. ചാഗോസ് ദ്വീപിലാണ് ബ്രിട്ടന്റെ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. UKയുടെയും USന്റെയും സംയുക്ത എയർബേസായ ഡിയാഗോ ഗാർഷ്യ ഇറാൻ ആക്രമണത്തിന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സ്വീഡന് സമീപമുള്ള RAF ഫെയർഫോർഡിൽ നിന്നും ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള അനുമതിയും UK നിഷേധിച്ചിട്ടുണ്ട്. റഷ്യ, ചൈന രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിൽ വൻതോതിലുള്ള നാവികാഭ്യാസം ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിലും തുടർന്നു. വിവിധ സൈനിക വിഭാഗങ്ങളോട് തയ്യാറായിരിക്കാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചതും റിപ്പോർട്ടിലുണ്ട്. ഇറാനുമായുള്ള തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഖത്തറിലെയും ബഹ്റൈനിലെയും പ്രധാന സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്ക നൂറുകണക്കിന് സൈനികരെ ഒഴിപ്പിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.